പ്രൈസ് ദി ലോർഡ്. വലിയ സ്നേഹത്തോടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കണ്ണുനീരിൽ ആശ്വാസമായിട്ട് വരുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ജീവിത മേഖലകളിലും നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്ന പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. പരമപരിശുദ്ധനായ യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പരിശുദ്ധ മറിയത്തെ നമ്മൾ സ്നേഹിക്കണം, അമ്മയെ നമ്മൾ ബഹുമാനിക്കണം. അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്, അതിന് വലിയ ഉത്തരം കിട്ടും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വപ്പെടുത്തുക. അമ്മയെ ദൈവം ഉയർത്തി ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയായി ഈ ഭൂമിയിൽ ജീവിച്ച, സ്വർഗാരോപണം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അമ്മയുടെ ആ സ്നേഹവും കരുതലുമൊക്കെ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വചനത്തിൽ പറയുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുക, പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കുക മാത്രമല്ല, നമ്മൾ വാഴ്ത്തണം. പരിശുദ്ധ മറിയത്തെ, ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ. ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിച്ച് അവിടുത്തേക്ക് എല്ലാ ഗ്ലോറിയും കൊടുക്കുന്നുള്ളൂ. ഇവിടെ പറയാണ്, അമ്മയെ മഹത്വപ്പെടുത്തണം, അവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. അത് പരിശുദ്ധ അമ്മയെ നീ മഹത്വപ്പെടുത്തുമ്പോൾ നീ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കുക. ആര് പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിക്കുന്നുവോ ദുഷിക്കുന്നുവോ അവർ ചെയ്യുന്നത് വളരെ ഗൗരവമേറിയ പാപമാണ്. കാരണം യേശുവിൻ്റെ അമ്മയാണ് മറിയം. വചനം പറയുന്നു, പെറ്റമ്മയെ നീ ബഹുമാനിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അത് നമ്മുടെ അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അത് പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ആര് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ, പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരെ ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മ സഹായിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 144, സങ്കീർത്തനം 144-ന്റെ 1-2 വചനങ്ങൾ. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു.
ജപമാല പ്രാർത്ഥനയിലേക്കുള്ള സൂചന ഇത്. പടപൊരുതുവാൻ വിരലുകൾ. ജപമാല ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. മഹാവിശുദ്ധനായ പാദ്രി പിയോ, ആ വലിയ വിശുദ്ധൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദിവസം 40 ജപമാല ചൊല്ലുമായിരുന്നു. മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിരുന്ന് കുമ്പസാരം കേൾക്കും. വലിയ ആത്മീയ കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ വചനം, പരകതേ ജ്ഞാനത്തിൻ്റെ കൃപ, അത്ഭുത രോഗശാന്തിപരം, അത്ഭുത പ്രവർത്തനപരം, ബൈലൊക്കേഷൻ, ഒത്തിരി കൃപയുണ്ടായിരുന്ന വ്യക്തിയാണ് പാദ്രി പിയോ. അതുകൂടാതെ അദ്ദേഹത്തിന് കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ ലഭിച്ചു. 50 വർഷക്കാലം ആ ശരീരത്തിൽ ആ മുറിവുണ്ടായിരുന്നു. ഈ പാദ്രി പിയോ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു. ഓരോ ദിവസവും ജപമാലകൾ ധാരാളമായിട്ട് ചെല്ലുമായിരുന്നു അദ്ദേഹം. ജപമാല പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ജപമാല പ്രാർത്ഥന യേശുവിൻ്റെ രക്ഷാകര ജീവിതമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ജപമാലയിലും അവിടുന്ന് പടപൊരുതാൻ എൻ്റെ വിരലുകളെ പരിശീലിപ്പിക്കുന്നു. നമ്മൾ ജപമാല ചൊല്ലുന്നത് ഇങ്ങനെ ഓരോ മണിയും ഇങ്ങനെ നീക്കിയ നന്മ നിറഞ്ഞ മറിയുമേ എന്ന ആ മനോഹരമായ വചനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. അത് നമ്മൾ പടപൊരുതുന്നത്, സാത്താനെതിരെ യുദ്ധം ചെയ്യുന്നത്, പടവെട്ടുന്നത് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും, എൻ്റെ വിമോചകനും പരിചയമായ അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. ദൈവം എൻ്റെ ശക്തികേന്ദ്രമാണ്. ദൈവം എൻ്റെ അഭയശിലയാണ്. ദൈവം എൻ്റെ കോട്ടയാണ്. ദൈവം എൻ്റെ പാറയാണ്. ഞാൻ ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ മറിയത്തിൻ്റെ ആ സമർപ്പണത്തോട് ചേർന്ന് നമ്മുടെ ജീവിതവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. സങ്കീർത്തനം 116:16, കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ്. ഞാൻ അവിടുത്തെ ദാസനാണ്. ദൈവമേ ഞാൻ അവിടുത്തെ ദാസനാണ്. പൂർണ്ണമായിട്ടും എന്നെ തരുന്നു. ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസിയുടെ പുത്രനാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയത്തോട് കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പിടയുന്ന യേശു പറയുന്നുണ്ട്, യോഹന്നാനെ ചൂണ്ടി, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. മാനവരാശിക്ക് മുഴുവൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ അമ്മയായിട്ട് യേശു നൽകുകയാണ്. പരിശുദ്ധ കന്യകാമറിയം എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട അമ്മയാണ്. സ്നേഹനിധിയായ അമ്മയാണ്. നമ്മുടെ കണ്ണുനീരിലും വേദനകളിലും രോഗങ്ങളിലും തകർച്ചകളിലും പരാജയങ്ങളിലും ആശ്വസിപ്പിക്കുവാൻ, സഹനങ്ങളിൽ കൂട്ടിരിക്കുവാൻ, ബലം പകരുവാൻ പരിശുദ്ധ അമ്മയുണ്ട്. നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. ജപമാല പ്രാർത്ഥന സാത്താനെതിരെയുള്ള ശക്തമായ ആയുധമാണ്. കർത്താവേ ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനുമാണ്. അവിടുത്തെ ദാസിയുടെ പുത്രൻ മറിയത്തിൻ്റെ പുത്രനാണ് ഞാൻ, പുത്രിയാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ മറിയത്തിൻ്റെ മക്കളാണ്. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. പരിശുദ്ധ മറിയത്തോട് ചേർന്നുകൊണ്ട് ഭക്തിപൂർവം ജപമാല ചൊല്ലുമ്പോൾ സകല പൈശാചിക ബന്ധനങ്ങൾ തകർക്കപ്പെടുകയാണ്. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയം. ഉൽപ്പത്തി 3:15, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും,
അവൻ നിന്റെ തല തകർക്കും. മറിയത്തിൻ്റെ പുത്രനായി ജനിച്ച ലോകരക്ഷകനായ മിശിഹ കർത്താവായ യേശു ക്രിസ്തു നാരകീയ സർപ്പത്തെ, ആ പിശാചിനെ, പുരാതന സർപ്പത്തെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. സാത്താനെ പൂർണ്ണമായിട്ട് യേശു പരാജയപ്പെടുത്തി. മറിയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ ഞെട്ടിവിറയ്ക്കുകയാണ്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം പോരാ, അമ്മയ്ക്ക് മഹത്വം കൊടുക്കണം. അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കണം. പാദ്രിപ്പിയൊക്കെ മാതാവിനെക്കുറിച്ച് എത്രമാത്രം വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ് നമുക്ക് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ തന്നു. ജോൺ പോൾ സെക്കൻഡ് മാതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു. അലി അഗ എന്ന തുർക്കി ഭീകരൻ്റെ വെടിയേറ്റ് വീണ പിതാവ് പറയുന്നുണ്ട്, അമ്മേ, ഞാൻ അമ്മയുടേത് മാത്രമാണ്. അമ്മ മാർപ്പാപ്പായി താങ്ങി. പിതാവിൻ്റെ ശരീരത്തിൽ കയറിയ ആ വെടിയുണ്ട മാതാവിൻ്റെ കിരീടത്തിൽ പിതാവ് സമർപ്പിക്കുകയാണ്. മാതാവിനെ ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാണ് ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ്. വളരെ ബാല്യത്തിൽ തന്നെ ജോൺ പോൾ സെക്കൻഡിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. അമ്മ മരിച്ചവർക്കും അമ്മ ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും അമ്മയായിട്ട് പരിശുദ്ധ കന്യകാമാതാവുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയിൽ ആശ്രയിച്ച ആർക്കും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരത്തില്ല. പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.